2024 ഫിസിക്കൽ ടെസ്റ്റ് ഇല്ലാതെ ഒരു എക്സാം പാസ്സായാലോ, ഗവൺമെൻറ് ജോലി നേടിയാലോ? അതിനായി ഒരു അടിപൊളി അവസരമാണ് വന്നിരിക്കുന്നത്. റെയിൽവേ TT റിക്രൂട്ട്മെൻ്റ് ആണ് 2024 നടക്കാൻ പോകുന്നത്. ഒരു ബൾക്ക് വേക്കൻസിയാണ് ഈ എക്സാമിന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെയിൽവേ TT എക്സാം 2024 റിക്രൂട്ട്മെൻറ്റിനെ പറ്റി മനസ്സിലാക്കാം. അതിനായിട്ട് ആദ്യം ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ബോർഡ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് കൺട്രോൾ ബോർഡ് RRCB ആണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഈ എക്സാമിൻ്റെ പോസ്റ്റ് നെയിം എന്താണെന്ന് പറഞ്ഞാൽ ട്രാവൽ ടിക്കറ്റ് എക്സാമിനർ, TTE. ട്രാവൽ ടിക്കറ്റ് എക്സാമിനർ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ടിക്കറ്റ് എക്സാമിന് വരുന്ന നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് വെൽ മാനേർഡ് ആയിട്ട് വരുന്ന ഓഫീസേഴ്സിനെ നമുക്കറിയില്ലേ? അതേ പോസ്റ്റിലേക്കാണ് നിങ്ങൾ ഇനി കോമ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ വേണം, എങ്ങനെ കോമ്പറ്റീഷൻ പ്രിപ്പയർ ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെന്റ് കൺട്രോൾ ബോർഡ് നടത്തുന്ന ഈ എക്സാമിന്റെ പോസ്റ്റിന്റെ പേരാണ് ട്രാവൽ ടിക്കറ്റ് എക്സാമിനർ. ഇത് ഒരു CBT എക്സാം ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് നടക്കുന്നത്. ഒരു ഓൺലൈൻ എക്സാം ആണ് TTE എക്സാമിന് വേണ്ടി വരുന്നത്. ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സാം ആണ് വരുന്നത്. 200 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 200 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് വരുന്ന രീതിയിൽ 200 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇനി ഏതൊക്കെയാണ് സബ്ജക്റ്റ്, എത്ര സബ്ജക്റ്റ് ഡിവിഷൻ ഉള്ളത്, അതൊക്കെ നമ്മൾ ഇനി വരുന്ന സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ്. അപ്പം 200 ക്വസ്റ്റ്യൻസിന് 200 മാർക്കാണ് ടോട്ടൽ വരുന്നത്. ഇനി നെഗറ്റീവ് മാർക്ക് വരുന്നത് 1/3 മാർക്കാണ്. 3 ക്വസ്റ്റ്യൻ നമുക്ക് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? വയസ്സായിട്ട് നമുക്ക് അത്രയും ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടുന്നത്. ഇനി ടൈം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 120 മിനിറ്റ്, 2 hours ആണ് വരുന്നത്. അപ്പോൾ 200 ക്വസ്റ്റ്യൻസ് 2 hours ചെയ്യണം. അതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്. അതും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യന് ഒരു ശരി ഉത്തരമേ കാണത്തുള്ളൂ. നമ്മൾക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് 4 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ്റെ ആവശ്യം വരുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിട്ടുള്ള ലാംഗ്വേജസ് ഇംഗ്ലീഷ്, അത് ഡിഫാൾട്ട് ലാംഗ്വേജ് ആണ്. ഇനി ഇംഗ്ലീഷിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് മാറ്റി കാണണമെങ്കിൽ നമുക്ക് ഹിന്ദിയും നമ്മൾ സെലക്ട് ചെയ്യുന്ന റീജിയണൽ ലാംഗ്വേജസും ആണ് വരുന്നത്. മുന്നേ നടന്ന എക്സാമിൻ്റെ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് പറയുന്നത് നമുക്ക് ദിശ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം കൂടിയുണ്ട്. അവിടെ നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള കോച്ചിങ്സ് അവൈലബിൾ ആണ്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ്. ഈ ആപ്പ് നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് ആപ്പിൽ ലൈവ് ക്ലാസ്സസ്, പലപ്പോഴും നമ്മൾ വേറെ സ്റ്റുഡൻറ്റ്, നമ്മൾ കോളേജുകളിൽ പഠിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് പഠിക്കുന്ന ആൾക്കാരായിരിക്കാം. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നേരിട്ട് വന്ന് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആപ്പ് വളരെയധികം ഉപയോഗപ്പെടുന്നത്. ഇവിടെ നമുക്ക് എല്ലാ സെക്ഷൻ്റെയും ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇനി എനിവേസ് നമുക്ക് ലൈവ് ക്ലാസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതേ ക്ലാസ് നമുക്ക് റെക്കോർഡഡ് ആയിട്ടും അവൈലബിൾ ആണ്. കൂടാതെ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് വരുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ്, നമുക്ക് പ്രോപ്പറായിട്ട് എന്താ പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാണും. അതിനായിട്ട് നമുക്ക് മെൻറ്റർ സപ്പോർട്ട് അവൈലബിൾ ആണ് നമ്മുടെ ആപ്പിൽ. ഇനി നമുക്ക് നേരിട്ട് വന്ന് പഠിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കൊരു അടിപൊളി അവസരമാണ് വരുന്നത്. നമ്മുടെ ജനുവരി 29, 2024 നമ്മുടെ ദിശ അക്കാഡമിയുടെ ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ പുതിയ ബാങ്ക് കോച്ചിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാങ്ക് മാത്രമല്ല, SSCയും റെയിൽവേയുടെയും കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓഫ്ലൈൻ അക്കാഡമീസ് വരുന്നത് ട്രിവാൻഡ്രം, കാലിക്കറ്റ്, കൊട്ടാരക്കര എന്നിങ്ങനെ 3 സ്ഥലങ്ങളിലാണ് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ CBT എക്സാം ആണെന്ന് പറഞ്ഞു, 200 മാർക്കിന് 200 ക്വസ്റ്റ്യൻസ് വരുന്ന എക്സാം ആണെന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് അതിൻ്റെ സിലബസ് ഡിവിഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് വിളിച്ച എക്സാമിൻ്റെ പാറ്റേൺ അനുസരിച്ച് നമുക്ക് ജനറൽ അവയർനെസ് 40 ക്വസ്റ്റ്യൻ 40 മാർക്കിനും, അരിത്തമെറ്റിക് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്കിനും, ടെക്നിക്കൽ എബിലിറ്റി 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്, റീസണിങ് എബിലിറ്റി 40 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്, ജനറൽ ഇൻ്റലിജൻസ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്. എല്ലാ സിലബസിനും
എക്സാംസിനും ഒരേ ഇമ്പോർട്ടൻസ് ആണ് വരുന്നത്. ലാസ്റ്റ് വിളിച്ച എക്സാം ബേസ്ഡ് ആയിട്ടുള്ള CBT പാറ്റേൺ ആണ് ഈ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ജനറൽ അവയർനെസ് വരുമ്പോൾ GKയും കറണ്ട് അഫയേഴ്സും ആണ് അതിനകത്ത് വരുന്നത്. സാധാരണ എക്സാംസിന് മാത്സ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ് ഒക്കെയാണ് വരുന്നത്. പക്ഷെ നമ്മുടെ ഈ റെയിൽവേ എക്സാമിന് വന്നിരിക്കുന്നത് ജനറൽ അവയർനെസ്, ആർത്തമെറ്റിക്, ടെക്നിക്കൽ എബിലിറ്റി, റീസണിങ് എബിലിറ്റി, ജനറൽ ഇൻ്റലിജൻസ്. നമുക്ക് വാസ്റ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് മുന്നിൽ കിടക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് പ്രിപ്പറേഷനിൽ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നത്. ആ സമയത്താണ് നമ്മുടെ അക്കാഡമിയുടെ സഹായം എല്ലാവർക്കും പ്രോപ്പറായിട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ, എല്ലാവർക്കും ഈ എക്സാം എഴുതാമോ, എത്ര ഏജ് ഉള്ള ആൾക്കാർക്ക് ഈ എക്സാം കോൺസെൻട്രേറ്റ് ചെയ്യാം, ഇനി എന്തൊക്കെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ എക്സാം എഴുതാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 10th പാസ് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു 10th പാസ്സായിട്ടുള്ള ഒരാൾക്ക് 12th പാസ്, പിന്നീട് ഒരു ഡിപ്ലോമ ഉള്ളവർക്കും നമുക്ക് ഈ എക്സാം എഴുതാവുന്നതാണ്. അതിനുശേഷം ഏജ് ലിമിറ്റ് എത്രയാണ്? ഏജ് ലിമിറ്റ് സാധാരണ എക്സാമിന് വരുന്നത് പോലെ തന്നെ 18-നും 30-നും ഇടയിലാണ് ഏജ് ലിമിറ്റ് വരുന്നത്. എന്നാൽ OBC കാറ്റഗറിക്കും SC/ST കാറ്റഗറിക്കും ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC കാറ്റഗറിക്ക് 3 ഇയേഴ്സും SC/ST കാറ്റഗറീസ് 5 ഇയേഴ്സുമാണ് ഏജ് റിലാക്സേഷൻ വരുന്നത്. ഇനി എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ്? 3 സ്റ്റേജിലാണ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും കൂടുതൽ ആൾക്കാർ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നതും ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൽ എല്ലാ ആൾക്കാരും കൂടുതൽ ആൾക്കാരും വരുന്ന ഒരു ടെസ്റ്റ്, ഒരു പാർട്ടാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. ആ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ ഉള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം മെഡിക്കൽ ടെസ്റ്റ് അവൈലബിൾ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല. പിന്നീട് ലാസ്റ്റ് വരുന്നതാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഈ 3 സ്റ്റേജസ് ആണ് സെലക്ഷൻ പ്രോസസ്സിൽ ഉള്ളത്. ഇനി RRB TTയുടെ സാലറി നമ്മളെ ഏറ്റവും അധികം അട്രാക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ്. എന്താണ്? നമുക്കൊരു അടിപൊളി സാലറി പാക്കേജ് ആണ് ഇതിനകത്ത് വരുന്നത്. 5200 തൊട്ടിട്ട് 20,200 വരെയുള്ള ഒരു സ്കെയിലാണ് വരുന്നത്. കൂടാതെ 1,900 ഗ്രേഡ് പേ പെർ മന്തും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം നമുക്കൊരു അടിപൊളി സാലറി സ്കെയിലുള്ള ഗവൺമെൻറ് ജോബാണ് നമ്മളെ എല്ലാവരെയും കാത്തിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? നമ്മൾ സിലബസിനെ പറ്റി ഡിസ്കസ് ചെയ്തു, എക്സാമിനെ പറ്റി ഡിസ്കസ് ചെയ്തു, എന്ത് ബേസിലാണ് എക്സാം, ഇതെല്ലാം പഠിച്ചു. ജനറൽ അവയർനെസ്, മാത്സ്, റീസണിങ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം നമ്മുടെ മുന്നിൽ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് കിടക്കുന്നത്. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പഠനത്തിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് സിലബസ് മനസ്സിലാക്കുക, എക്സാം പാറ്റേൺ മനസ്സിലാക്കുക, സിലബസ് മനസ്സിലാക്കുക, എവിടെയാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇവിടെയൊക്കെയാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു മെൻറ്ററിങ്ങിൻ്റെ ആവശ്യം വരുന്നത്. രണ്ടാമതായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ടോപ്പിക്സ് മനസ്സിലാക്കിയിട്ട് ടോപ്പിക്കിനകത്ത് കുറേ ഭാഗങ്ങൾ കാണും. അതിനകത്ത് എവിടെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് എങ്ങനെ പഠിച്ചാൽ ആൻസർ ചെയ്യാം, അത്രയും ചെറിയൊരു സമയത്തിനുള്ളിൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം, ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. ഇനി ടൈം മാനേജ്മെൻറ്റ്. കോമ്പറ്റീറ്റീവ് എക്സാമിൽ നമുക്ക് പല ക്വസ്റ്റ്യൻസും നമുക്ക് സമയമെടുത്ത് സോൾവ് ചെയ്യാൻ പറ്റും. ഒരുപാട് സമയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിച്ച് ആൻസർ എഴുതാൻ പറ്റും. പക്ഷേ അവിടെ എല്ലാവരും നമുക്ക് റിസ്ക് ആയിട്ട് വരുന്നത് എന്താണ്? ടൈം മാനേജ്മെൻ്റ് ആണ് വരുന്നത്. അപ്പോഴും നമുക്ക് ആവശ്യമുള്ള നമുക്ക് നേരത്തെ പഠിച്ചതും നമ്മളെ പഠിപ്പിച്ചതുമായിട്ടുള്ള പല ആൾക്കാർക്ക് നമുക്ക് പറഞ്ഞു തരാൻ കഴിയും എങ്ങനെയാണ് നമുക്ക് ടൈം മാനേജ് ചെയ്യേണ്ടത്. ഇവിടെയും നമ്മുടെ മെൻറ്ററിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കൂടാതെ അടുത്ത് നമുക്ക് വേണ്ടത് എല്ലാ ടെസ്റ്റും നമ്മൾ ഒരുപാട് പഠിച്ചിട്ട് കാര്യമില്ല. എല്ലാ ടെസ്റ്റിന് ശേഷവും നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക, റിവ്യൂ ചെയ്യുക. പ്രോപ്പറായിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യുക, റിവ്യൂ ചെയ്യുക. ഇത് മാത്രമാണ് സക്സസ്സിലേക്കുള്ള ഒരു വലിയൊരു പാത്ത്. കാരണം നമ്മൾ ഒരുപാട് പഠിച്ച് ടോപ്പിക്സ് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. നമുക്ക് പഠിച്ചത് ഓർമ്മയുണ്ടോ, നമ്മൾ അവിടെ ചെന്ന് എക്സാം എഴുതുമോ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സിമിലറായിട്ട് എക്സാം പാറ്റേണിന് സിമിലർ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി നമ്മൾ അത് മാത്രമല്ല, കറണ്ട് അഫയേഴ്സ്, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനകത്ത് എന്ത് പഠിക്കണം, എന്താണ് എക്സാമിന് വരേണ്ടത്, അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. അപ്പം അതാണ് നമ്മുടെ TTE എക്സാമിന് വേണ്ടത്. ഒരുവിധം എല്ലാ എക്സാംസിനും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞു പോകുന്നത്. അപ്പം നമ്മൾ എക്സാംസിൻ്റെ ഡീറ്റെയിൽസ്, എങ്ങനെയാണ് എക്സാം, എന്തൊക്കെയാണ് സിലബസ്, പാറ്റേൺ, ഇതെല്ലാം ഡിസ്കസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാണ്, നമ്മുടെ ദിശ അക്കാഡമി ട്രിവാൻഡ്രം ജനുവരി 29 പുതിയ SSC റെയിൽവേ ബാച്ച് തുടങ്ങിയാണ്. SSCയുടെയും റെയിൽവേയുടെയും മാത്രമല്ല, ബാങ്കിൻ്റെയും പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി നമ്മുടെ ഈ TTE പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്യുക. നമ്മുടെ ഇതുപോലത്തെ ഒരുപാട് നോട്ടിഫിക്കേഷൻ നമ്മുടെ
ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്